പുഴയിലൂടെയോ തോട്ടിലൂടെയോ ഒഴുകി വരുന്ന തേങ്ങ എടുക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്ത്? എന്താണ്? പറയൂ, ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്, പറഞ്ഞോളൂ. ഉടമസ്ഥൻ ചോദിച്ചു വരില്ല എന്നുറപ്പുള്ള ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ തേങ്ങകൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഏത് സാഹചര്യത്തിലാണ് ഉടമസ്ഥൻ ചോദിച്ചു വരില്ല എന്ന് പറയുന്നത്? പറയൂ, അതും കൂടെ പറയൂ. എന്നാൽ ഒരുപാട് തേങ്ങകൾ ഒഴുകി വരുമ്പോൾ അത് ശേഖരിച്ച് വിൽക്കുന്നതിന് മുൻപ് പള്ളിയിലോ അങ്ങാടിയിലോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തോ വെച്ച് സമൂഹത്തിന് മുമ്പാകെ അത് പ്രദർശിപ്പിക്കണം. ഇനി വാട്സപ്പ് ഗ്രൂപ്പുകളിലായാലും പ്രശ്നമല്ല. നാളെ തന്നെ ഒരു ഗ്രൂപ്പ് നമ്മൾ തുടങ്ങുന്നതായിരിക്കും, തേങ്ങ ഗ്രൂപ്പ്. കാരണം അതെല്ലാം ഒരു പക്ഷേ ഒരു തോട്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗോഡൌണിൽ നിന്നോ ആയിരിക്കാമെന്നത്. ആ വന്ന തേങ്ങയൊന്നും ഗോഡൌണിൽ നിന്നല്ല, തെങ്ങിന്നാടാ, തെങ്ങിന്ന്. ഞങ്ങളുടെ അവിടെയൊക്കെ തെങ്ങിലാണ് തേങ്ങ. അഥവാ ഒരു സാധ്യതയെങ്കിലും ഉണ്ട് ഉടമസ്ഥൻ തിരിച്ചു ചോദിച്ചു വരാൻ. എന്നിട്ടും ഒരു പ്രതികരണവും ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വിൽക്കാവുന്നതാണ്. അതെ, ആധാർ കാർഡോ പാൻ കാർഡോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഈ തേങ്ങ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഏത് തെങ്ങിന്ന് വീണ തേങ്ങയാണ് എന്ന് കൃത്യമായി രേഖകളുമായി വന്നു കഴിഞ്ഞാൽ ആ തേങ്ങ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എടുക്കാം, ഒന്നോ രണ്ടെണ്ണോ എടുത്ത് ചമ്മന്തി അരയ്ക്കാം.